ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേശ്യാം. ഇന്ന് നമ്മള് ഹരിനാമ കീർത്തനത്തിലെ 33-ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. ഘർമാധപം കുളിർനിലാവെന്ന് തമ്പിയൊടു ചെമ്മേ പറഞ്ഞു നിജപത്നീം പിരിഞ്ഞളവ് തന്നെ പിരിഞ്ഞു മറുകിച്ചാ മൃഗാക്ഷികളെ വൃന്ദാവനത്തിലത നാരായണായ നമാം. അതായത് എൻ്റെ ഈ ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം. കർമാതപം കുളിർനിലാവ്, അതായത് കുളിർനിലാവ് കൊണ്ടു കഴിഞ്ഞപ്പോൾ സാധാരണ നമുക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? കുളിർനിലാവ് ഏൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്, അല്ലേ? നല്ല ശീതളിമ തോന്നുന്നു. എന്നാൽ ഇവിടെ ഒരാൾക്ക് ആ കുളിർനിലാവ് ഏൽക്കുമ്പോൾ ചുട്ടുപൊള്ളുന്നു. ആരായിരിക്കും അത്? അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്? വേറെ ആരുമല്ല, ശ്രീരാമചന്ദ്ര ഭഗവാന് കുളിർനിലാവേറ്റപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, വിരഹതാപം കൊണ്ട് സീതാദേവിയെ പിരിഞ്ഞിരിക്കുന്ന സമയമാണ് വനത്തിൽ വെച്ചിട്ട്. അപ്പം സീതാദേവിയെ ആ ഒരു വിരഹത്തിന്റെ വേദന കൊണ്ട് അദ്ദേഹം കുളിർനിലാവ് ഏറ്റപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ചുട്ടുപൊള്ളുന്നതായിട്ട് തോന്നി. എന്നിട്ട് തമ്പിയോട്, തമ്പി ആരാണ്? ലക്ഷ്മണനോട് ചേർന്ന് എവിടെയും ആ, അവിടെ കണ്ട മൃഗങ്ങളോടും മരങ്ങളോടും പക്ഷികളോടും മുനിമാരോടും എല്ലാം എന്താണ്, സീതാദേവി എങ്ങാനും നിങ്ങൾ കണ്ടോ? അതായത് ഈ ചന്ദ്രന്റെ ഗോത്രജയാണല്ലോ സീതാദേവി, സുന്ദരിമാരെ അങ്ങനെയാണ് പറയുന്നത്, അല്ലെ? സീതാദേവി എവിടെയെങ്കിലും കണ്ടോ എന്ന് പറഞ്ഞ് വനത്തിലെല്ലാം അന്വേഷിച്ച് നടന്നു. പക്ഷെ മറ്റൊരാള് ചെയ്തത് അങ്ങനെയല്ല. അത് കണ്ടോളൂ. തന്നെ പിരിഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലത് നാരായണ എന്ന്. പക്ഷെ നേരെ മറിച്ചൊരു സംഭവം നടന്നു ശ്രീകൃഷ്ണാവതാരത്തിൽ. അതെന്താണ് സംഭവിച്ചത്? അതായത് ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോയ സമയത്ത് ശ്രീകൃഷ്ണന്റെ വിരഹതാപം സഹിക്കവയ്യാതെ അവിടെയുള്ള ഗോപികമാരും രാധാറാണിയും ഒക്കെ അവിടെയുള്ള മരങ്ങളോടും കദംബ മരത്തിനോടും അതുപോലെ മയിലിനോടും അതുപോലെ തന്നെ ഈ പുല്ലാങ്കുഴലൊക്കെ ഉണ്ടാക്കുന്ന മുളന്തണ്ടിനോടും അതുപോലെ യമുനാ നദിയോടും അങ്ങനെ മാൻപേടയോടും എല്ലാവരോടും എന്താണ്, കൃഷ്ണനെ എങ്ങാനും കണ്ടോ, നിങ്ങള് ഞങ്ങളുടെ കൃഷ്ണനെ എങ്ങാനും കണ്ടോ എന്ന് ചോദിച്ച് അന്വേഷിച്ചിങ്ങനെ നടന്നിരുന്നു, അല്ലെ? ഇപ്പൊ എന്ത് വൈരുദ്ധ്യമാണല്ലേ കണ്ടത്? ശ്രീരാമചന്ദ്ര ഭഗവാനാണെങ്കിൽ സീതാദേവിയുടെ വിരഹം സഹിക്കാതെ വന്ന് ഈ ചോദിച്ച് നടന്ന സന്യാസി വര്യന്മാരും ഒക്കെ തന്നെ എന്താണ്, ശ്രീകൃഷ്ണാവതാരത്തിൽ അവര് ഗോപികമാരായിട്ട് വന്ന് പിറന്നു. അപ്പോൾ നോക്കിക്കേ, എന്തുമാത്രം ഒരു ആ ഒരു വൈരുദ്ധ്യവും ഒക്കെയാണ് വന്നത് ഈ രണ്ട് അവതാരങ്ങൾ തമ്മിൽ, അല്ലേ? അപ്പൊ അതാണ് ഭഗവാന്റെ ലീല. ഭഗവാൻ ആ, അതായത് ഒന്നും തന്നെ മറന്നു പോകില്ല. എല്ലാം ഭഗവാൻ ഓർമ്മയുണ്ട്. ഒരവതാരത്തിൽ പൂർത്തിയാക്കാൻ പറ്റാത്ത കാര്യം ഭഗവാൻ മറ്റൊരു അവതാരത്തിൽ അത് പൂർത്തിയാക്കും എന്നുള്ളതും ആ, അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഭഗവാന്റെ ലീല അപാരം തന്നെയല്ലേ? ഹരേ കൃഷ്ണ.